everyone, this is me Nija here and welcome to Rectify English. So ഇന്ന് Rectify Englishൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അതായത് ഹൗ ടു താങ്ക് others in different occasions. പല ഒക്കേഷൻസ് വരുന്ന സമയത്തും നമുക്ക് എങ്ങനെ ഒരാളെ താങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് റെക്ടിഫൈയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രീറ്റിംഗ്സ് ആണ് ആൻഡ് സെക്കൻഡ് ക്ലാസ് വരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്, അത് കാണാം കേട്ടോ. ഇനി നമുക്ക് താങ്ക് യു നോട്ട്സ് എങ്ങനെയാണ് വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു റിയാലിറ്റി പറഞ്ഞുതരാം. നമ്മളുടെ കേരളത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ താങ്ക് യു അല്ലെങ്കിൽ സോറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര കുറച്ചിലാണ്. നിങ്ങൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടോ, താങ്ക് യു പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സോറി പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കര ചെറുതായി പോവോ, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് പൊതുവെ പല ആളുകൾക്കും കേരളത്തിലുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ താങ്ക് യു എങ്കിലും നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ എ പ്ലസൻറ്റ് ഇൻ യുവർ ലൈഫ്. നമ്മളെ ലൈഫിൽ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരിക്കും അതെന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മളുടെ എന്തറിയിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അറിയിക്കുക മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക്. സോ നമുക്ക് എങ്ങനെയാണ് താങ്ക് യു ഓരോ ഒക്കേഷനിലും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന താങ്ക്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ആണ് താങ്ക് യു, അടുത്തത് താങ്ക്സ്, പിന്നെ താങ്ക്സ് എ ലോട്ട്, താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ബഞ്ച്, താങ്ക്സ് എ ടൺ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. 1000 നന്ദിയുണ്ട് എന്നുള്ളതാണ് താങ്ക്സ് എ ബഞ്ചും താങ്ക്സ് എ ടണ്ണൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രൊഫഷണലായിട്ട് താങ്ക് യു പറയാവുന്നതാണ്. ഈ പ്രൊഫഷണലായിട്ട് താങ്ക് യു പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റിങ്സിൽ, മെയിൽസിൽ, അതേപോലെ ഓഫീസിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം നമുക്കത് നോക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, നിങ്ങളുടെ സമയത്തിന് വളരെയധികം നന്ദിയുണ്ട് എന്ന് നമുക്ക് പറയാം. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഫോർ യുവർ സപ്പോർട്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് എന്ന് നമ്മൾ പറയും. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഫോർ യുവർ ഫീഡ്ബാക്ക്, നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തന്നതിൽ വളരെയധികം. ഇപ്പം നമ്മളൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുകയാണ്, അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അല്ലെങ്കിൽ നമ്മളുടെ നല്ല കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുത്തത്, അതേപോലെ തന്നെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരോട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഫോർ യുവർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഐ ട്രൂലി thank for your feedback എന്ന് നമുക്ക് പറയാം. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഫോർ യുവർ റെസ്പോൺസ്, ആരെങ്കിലും നമുക്ക് ഇപ്പം മെസ്സേജിന് റിപ്ലൈ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത റിപ്ലൈ ഒക്കെ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു എൻക്വയറി ചെയ്യാണ്, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ റെസ്പോൺസ് അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ് എന്ന് പറയാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പം നമ്മളെ ഒരുപാട് ഒരാൾ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് അടിപൊളി ആയതുകൊണ്ട് നമ്മളുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ടീമിലുള്ള ഹയർ അതോറിറ്റീസ് അല്ലെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും നമ്മളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തരികയാണ്. അപ്പം നമുക്ക് പറയാം താങ്ക് യു സോ മച്ച്, ദിസ് മീൻസ് എ ലോട്ട്, ഇതെനിക്ക് ഒരുപാടാണ്, നിങ്ങൾ ചെയ്തത് എനിക്ക് വലിയൊരു കാര്യമാണ് എന്ന് പറയുന്നതാണ് താങ്ക് യു സോ മച്ച്, ദിസ് മീൻസ് എ ലോട്ട് എന്നുള്ളത്. ഇനി കുറച്ച് ഫോർമലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. അപ്പം ഫോർമലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നതാണ് മൈ സിൻസിയർ താങ്ക്സ് ടു യു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഡീപ്ലി താങ്ക് യു പറയുന്നു അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് നന്ദി പറയുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇനി രണ്ടാമത്തേത് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ.
ഈ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെന്തെങ്കിലും നമുക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു പ്രോഗ്രാമിലേക്ക് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തരുവാണ്, അല്ലെങ്കിൽ അവർ കുറച്ച് ബുക്സ് നമുക്ക് തരുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ഇൻ ദിസ് പ്രോഗ്രാം, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കോൺട്രിബ്യൂട്ടിങ് ദിസ് ബുക്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂഷനിൽ പറയാൻ പറ്റും. നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമുക്കൊരാളെ താങ്ക് യു പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ആം ഡീപ്ലി താങ്ക്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫോർ യുവർ ഗൈഡൻസ് എന്ന് നമുക്ക് പറയാം. ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരിക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്തി തരിക, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു തരികയാണ്, ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ആം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫോർ യുവർ ഗൈഡൻസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഫോർമൽ ഗ്രാറ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഇമോഷണലായിട്ട് ഒരാളെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതലാണ് അവർ ചെയ്തു തന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും അവരുടെ അടുത്ത് കടപ്പാടുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാൻ പറ്റുന്ന താങ്ക് യു ആണ് ഇമോഷണൽ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇമോഷണൽ താങ്ക് യു എന്ന് നമ്മൾ പറയുന്നത്. ഐ കനോട്ട് താങ്ക് യു എനഫ് എന്ന് നമുക്ക് പറയാം. ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് യു എന്ന് നമുക്ക് പറയാം. ഐ കനോട്ട് താങ്ക് യു ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ടും മതിയാവുന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ഞാൻ അത്രയും സന്തോഷവാനാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു താങ്ക് യു പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ ഫെൽറ്റ് ഗ്രേസ്ഫുൾ ഫോർ യു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ഇമോഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നത്, അതായത് ഇമോഷണൽ താങ്ക് യു നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂസിൽ താങ്ക് യു പറയാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ താങ്ക് യു പറയുന്നത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പം നമുക്ക് പറയാം താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ടൈം ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്ന് നമുക്ക് പറയാം. ഒരു ഇൻ്റർവ്യൂ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. ഓക്കെ, എന്നെ കേട്ടതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്, അല്ലെങ്കിൽ നന്ദിയുണ്ട്. ഐ ലുക്ക് ഫോർവേഡ് ഫോർ യുവർ റെസ്പോൺസ് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ ഇമെയിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു റിസൾട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു താങ്ക് യു നോട്ടായിട്ട് പറയാൻ പറ്റുന്നതാണ് ഐ ലുക്ക് ഫോർവേഡ് ഫോർ യുവർ റെസ്പോൺസ് എന്നുള്ളത്. ഇനി നമുക്ക് ചില കാര്യങ്ങളിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് താങ്ക് യു പറയണം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ താങ്ക് യു നോട്ട്സ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ രീതിയിൽ താങ്ക് യു, താങ്ക്സ് അലോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് പറയണം എന്ന് നമുക്ക് തോന്നുവാണ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഐ കനോട്ട് ഡു ഇറ്റ് വിത്തൗട്ട് യു. അപ്പോൾ നീ ഇല്ലാതെ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഹ്യൂജ് താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ബഞ്ച് ഓഫ് താങ്ക്സ് ടു യു എന്ന് നമുക്ക് പറയാം. അതായത് ബഞ്ച് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഗ്രേറ്റ്ഫുൾ ബിയോണ്ട് വേർഡ്സ്. അതായത് വാക്കുകളൊന്നും മതിയാവില്ല നിന്നോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു താങ്ക് യു, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ഈ ഒരു രീതിയിൽ വരുന്നതാണ്. അതായത് എത്ര വാക്കുകൾ കൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും നിനക്ക് വേണ്ടിയിട്ട് മതിയാവില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വേർഡ്സൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള താങ്ക് യു ഫോം, അല്ലെങ്കിൽ പല ഒക്കേഷൻസിലും നമുക്ക് പറയാൻ പറ്റുന്ന താങ്ക് യു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള താങ്ക് യു നോട്ട്സ് ഒക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് കോമെൻറ്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ക്ലാസ്സസ് വേണം, 1-to-1 ട്രെയിനിങ് സെഷൻസ് വേണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളുടെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.